അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, വിദ്യാഭ്യാസം, അപ്ഗ്രേഡ് വിദ്യാലയങ്ങളുടെ സാധ്യതകൾ, ആലോചനകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. Process of receiving or giving systematic instruction, especially at a school or university. എഡ്യൂക്കേഷൻ എന്നതിന് പൊതുവായി പറയപ്പെടുന്ന ഒരു നിർവചനമാണിത്. കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സംവിധാനത്തെയാണ്, അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് സാധാരണഗതിയിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് തന്നെ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്ന ലക്ഷ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ വിദ്യാഭ്യാസം എന്നുള്ളത് ചില നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ എത്ര കണ്ട് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നത് നമുക്ക് വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും സാധിക്കണം. ഒരു തലത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ കുറിച്ചെന്നും നമ്മൾ വിലയിരുത്തൽ അനിവാര്യമാണ്. 10 വർഷത്തെ അല്ലെങ്കിൽ 12 വർഷത്തെ പഠന ജീവിതത്തിനിടയിൽ തൻ്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉപകരിക്കപ്പെടാത്ത എത്ര കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇത്തരം ഒരു ആലോചനയിലാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പഠിക്കുന്ന കാര്യങ്ങൾ ഒരിക്കൽ പോലും ഉപയോഗപ്പെടാത്ത കാര്യങ്ങളായതുകൊണ്ട് അതിനാണ് ഏറ്റവും കൂടുതൽ പണവും ആയുസ്സും ആരോഗ്യവും ചെലവഴിക്കുന്നു എന്നതും അതിന്റെ യുക്തി മനസ്സിലാക്കാത്ത നമ്മൾ ഈ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ വിഷയം ഇവിടെ പ്രസക്തമാകുന്നത്. അഥവാ മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിനിടെ ഉപകരിക്കുന്ന തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഒരു മുഴം മുന്നേ തന്നെ കണ്ടറിയാൻ കഴിയണമെന്ന്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരുപാട് ക്രമീകരിക്കാൻ കഴിയും. സമയം, ആയുസ്, ആരോഗ്യം തുടങ്ങി നമ്മുടെ ജീവിതത്തിലെ സുപ്രധാന ഘടകങ്ങളെല്ലാം പാഴായി പോകാതെ നമുക്ക് അതിനെ പിടിച്ചു നിർത്താൻ കഴിയും. ഇത് തന്നെയാണ് അപ്ഗ്രേഡ് വിദ്യാലയങ്ങളെ കൊണ്ട് അർത്ഥമാക്കുന്നത്. ലോകത്തിന്റെ ഗതി മനസ്സിലാക്കി കുതിപ്പിനൊപ്പം ചലിക്കാൻ കഴിയുന്ന, അതിനാവശ്യമായ വിദ്യാലയങ്ങളുടെ, അതിനാവശ്യമായ വിദ്യാഭ്യാസ, ആവശ്യമായ വിദ്യ നുകരുന്നതിനുള്ള ഒരു സംവിധാനത്തെ, ഒരു വിദ്യാലയത്തെ തീർച്ചയായും നമുക്ക് അതിന് ഉപകരിക്കപ്പെടുന്ന ഒരു വിദ്യാലയത്തെ നമുക്ക് വാർത്തെടുക്കേണ്ടതുണ്ട്. രസകരമായ കാര്യം എന്ന് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിദ്യാഭ്യാസ ജീവിതത്തിനിടയിൽ പഠിക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളും പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗപ്പെടാത്ത സൂത്രവാക്യങ്ങളും സമവാക്യങ്ങളുമാണെന്നതും, അതിനാണ് ഏറ്റവും കൂടുതൽ സമയവും ആരോഗ്യവും ആയുസ്സും പണയം വെക്കുന്നതും എന്നതും ഏറെ ഖേദകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്ഗ്രേഡ് വിദ്യാലയങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളെ പുതിയ കാലത്തെ വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് പര്യാപ്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ തരണം ചെയ്യാൻ പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള വ്യത്യസ്ത വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെയാണ് അപ്ഗ്രേഡ് വിദ്യാലയങ്ങളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പാഠപുസ്തകങ്ങളിലെ അറിവ് പകർന്നു കൊടുക്കുക എന്നതിലുപരി വിദ്യാർത്ഥികളിൽ സർഗാത്മക, വിമർശനാത്മക ചിന്തയെയും പ്രശ്നപരിഹാര പ്രാപ്തിയെയും സഹകരണ മനോഭാവത്തെയും വികസിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അപ്ഗ്രേഡ് വിദ്യാലയങ്ങളെ കൊണ്ട് സാധ്യമാകേണ്ടതുണ്ട്. അപ്ഗ്രേഡ് വിദ്യാലയങ്ങളുടെ പൊതുവായ നിലവാരം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയുടെ സമ്പൂർണ്ണ ഉപയോഗവും പ്രായോഗിക പഠന രീതികളും ആണ്. ഓരോ വിദ്യാർത്ഥികളും വ്യക്തിഗത ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആഗോളതലത്തിലുള്ള ആശയങ്ങളെ അനുഭവിക്കാനും പങ്കുവെക്കാനും ആലോചിക്കാനുമുള്ള അവസരങ്ങളുമാണ്. നമ്മുടെ മാതാപിതാക്കളും സമൂഹത്തിന്റെ പിന്തുണയും ആവശ്യമാണ്. കുട്ടികളെ വെറും തലമുറയ്ക്ക് പ്രാപ്തമാക്കി നൽകുന്ന ഒരു സംവിധാനത്തെ, അല്ലെങ്കിൽ ഒരു ഘട്ടത്തെ നമുക്ക് സാധ്യമാക്കാനുള്ള വഴിയൊരുക്കുക എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം
ഞാൻ ഈ ഭാഷണം ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.